കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കുടിയേറ്റം അതിവേഗം വർദ്ധിക്കുകയാണെന്ന് പുതിയ കണക്കുകൾ പറയുന്നു. 2023 അത് 2.5 ലക്ഷമായി കൂടി. വലിയൊരു ശതമാനം ഇത് യൂറോപ്പിലേക്കാണ്. ഇത് എത്ര കാലം ഇങ്ങനെ തുടരും? കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അസാധാരണ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. ഇതിനു പിന്നാലെ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. പുതിയ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് കൂടുതൽ പേർ കുടിയേറുന്ന UK-യിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങി ചെറുതും വലുതുമായ 27 രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ പൊതുവായ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റാണ്. ഈ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞയാഴ്ച സമാപിച്ചത്. ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് EU പാർലമെന്റിലേക്കാണ്. 40 കോടിയോളം പേരാണ് ഇക്കുറി വോട്ട് രേഖപ്പെടുത്തിയത്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ നിലവിൽ 720 അംഗങ്ങളാണുള്ളത്. MEPമാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓരോ രാജ്യത്തെയും ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് അതാത് രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അംഗങ്ങളെ കണക്കാക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് 96 അംഗങ്ങളുണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ EU പാർലമെന്റിൽ വിവിധ ബ്ലോക്കുകളായി നിൽക്കുന്നു. സമാന ആശയങ്ങളുള്ള പാർട്ടികൾ ഒന്നിച്ചൊരു ബ്ലോക്കായി അതിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നവരാണ് നേതൃതലത്തിൽ എത്തുക. പരമ്പരാഗതമായി 2 വലിയ ബ്ലോക്കുകളാണ് ഉള്ളത്. EPP എന്ന് വിളിക്കുന്ന മധ്യ വലതുപക്ഷ സഖ്യമായ യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടിയാണ് ഒന്ന്. മധ്യ ഇടതുപക്ഷ പുരോഗമന സഖ്യമായ S&D ആണ് രണ്ടാമത്തേത്. നവലിബറൽ സഖ്യമായ റിന്യൂ യൂറോപ്പ്, പരിസ്ഥിതി നയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഗ്രീൻസ് തുടങ്ങിയ സഖ്യങ്ങൾ വേറെയുമുണ്ട്. അതിനു പുറമെയുള്ള പാർട്ടികളാണ് തീവ്ര വലതുപക്ഷ സഖ്യങ്ങളായ ECR അഥവാ യൂറോപ്യൻ കൺസർവേറ്റീവ്സ് ആൻഡ് റിഫോമിസ്റ്റ്, ID അഥവാ ഐഡന്റിറ്റി ആൻഡ് ഡെമോക്രസി എന്നിവ. വിവിധ രാജ്യങ്ങളിലെ ഫലങ്ങൾ വ്യത്യസ്ത സമയത്താണ് വരിക. ഞായറാഴ്ച വരെ വന്ന ഫലങ്ങൾ എടുക്കുമ്പോൾ 190 സീറ്റോടെ EPP എന്ന് വിളിക്കുന്ന മധ്യ വലതുപക്ഷ സഖ്യമായ യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. നിലവിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായ ഉർസുല വോൺ ഡെർ തന്നെയാണ് ഈ സഖ്യത്തെ നയിക്കുന്നത്. S&D 136 സീറ്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട്. പക്ഷേ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ പാർട്ടികളുണ്ടാക്കിയ മുന്നേറ്റം യൂറോപ്പിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി 31.5% വോട്ട് നേടി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ. മറിൻ ലൂപെൻ എന്ന വനിതാ നേതാവാണ് ഈ പാർട്ടിയുടെ തലപ്പത്തുള്ളത്. വംശീയവും സെമിറ്റിക് വിരുദ്ധവുമായ നയങ്ങളിലൂടെ ജനങ്ങളെ വിഭജിച്ചു വളർന്നതാണ് ലൂപെൻ. അറബികളായ കുടിയേറ്റക്കാരെ ഫ്രാൻസിൽ നിന്നും ആട്ടിപ്പുറത്താക്കുമെന്ന് പലതവണ പ്രസംഗിച്ചു. ഈ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് മാക്രോൺ ഫ്രാൻസിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 30-നാണ് പ്രാഥമിക തെരഞ്ഞെടുപ്പ് നടക്കുക. തീവ്ര വലതുപക്ഷ കക്ഷികൾ നേട്ടമുണ്ടാക്കിയ മറ്റൊരു രാജ്യം ജർമ്മനിയാണ്. AFD എന്നറിയപ്പെടുന്ന ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന തീവ്ര വലതുപക്ഷ പാർട്ടി 16% വോട്ട് പിടിച്ചെടുത്തു. ജർമ്മനി ഭരിക്കുന്ന ഒലാഫ് ഷോൾസിന്റെ പാർട്ടിക്ക് 14% വോട്ടേ കിട്ടിയുള്ളൂ. ഇറ്റലി ഇപ്പോൾ ഭരിക്കുന്നത് തന്നെ ഫാഷിസ്റ്റ് പാർട്ടിയായി അറിയപ്പെടുന്ന ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയാണ്. ജോർജിയ മെലോണിയാണ് നേതാവ്. 29% വോട്ടോടെ ഇറ്റലിയിൽ അവർ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും. വലതുപക്ഷ നയങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ മടിക്കാത്ത നേതാവാണ് ജോർജിയ മെലോണി. ഫാഷിസ്റ്റ് നേതാവ് ബെനിറ്റോ മുസോളിനിയുടെ മന്ത്രിസഭയിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജോർജിയോ അൽമിരാൻഡോയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഇറ്റാലിയൻ സോഷ്യൽ മൂവ്മെന്റിന്റെ തുടർച്ചയാണ് ഈ പാർട്ടി. ഇപ്പോൾ നടന്ന യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്കെല്ലാം കൂടി ഇതുവരെ 134 സീറ്റുകളാണ് ലഭിച്ചത്. ഇത് 2 ബ്ലോക്കുകളായിട്ടാണ് എന്ന് മാത്രം. ECRന് 76-ഉം IDക്ക് 58-ഉം. ഇവർ 2 കക്ഷികൾക്കുമിടയിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ച യൂറോപ്പിന്റെ രാഷ്ട്രീയത്തിലാകെ വലിയ മാറ്റങ്ങളുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മധ്യ വലതുപക്ഷ പാർട്ടികൾ വോട്ടർമാരെ കിട്ടാനായി കൂടുതൽ തീവ്രത കാണിക്കാൻ ശ്രമിക്കും. കുടിയേറ്റ നയങ്ങൾ കർക്കശമാക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. പുറത്തുനിന്ന് വന്നവർ തങ്ങളുടെ വിഭവങ്ങൾ തട്ടിയെടുക്കുകയും സംസ്കാരം നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് തീവ്ര വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന പ്രധാന ആശയം. UK ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല. 2020-ൽ ബ്രെക്സിറ്റ് എന്ന ജനഹിത പരിശോധനയിലൂടെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറി. മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുടിയേറാൻ തിരഞ്ഞെടുക്കുന്ന ബ്രിട്ടനിൽ
ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രി ഋഷി സുനക് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂലൈ 4-നാണ് തെരഞ്ഞെടുപ്പ്. കുടിയേറ്റ നയങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിലെയും ചൂടേറിയ വിഷയങ്ങളിലൊന്ന്.